നവ്യ നായർ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരുത്തി എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തത്. ഒരുത്തി കഴിഞ്ഞ് ജാനകി ജാനെ എന്ന് പറയുന്ന മൂവി 2023 ചെയ്തു. ഒരുത്തി 2022 റിലീസായത്. സോ ഈ ഒരു ജാനകി ജാനയ്ക്ക് ശേഷം 2025 ഇപ്പോൾ ഒരു പാദയാത്രി എന്ന് പറയുന്ന ഈ ഒരു മൂവി വന്നിരിക്കുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ കരിയറാണ് ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള റോളിൽ വരുന്നത്. സോ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രഥീന എന്ന് പറയുന്ന പുഴുവിൻ്റെ ഡയറക്ടറാണ്. മമ്മൂട്ടിയുടെ വളരെ ക്രിറ്റിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പുഴു എന്ന് പറയുന്ന മൂവിയിലെ. സോ അതിനുശേഷം വരുന്ന രഥീനയുടെ മൂവിയാണ്. ഷാജി മദാഡാണ് ഈ ഒരു സിനിമയുടെ റൈറ്റിംഗ് പാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമയുടെ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. കാരണം സിനിമയുടെ ആ ഒരു മൂഡിനനുസരിച്ച് തന്നെ സഞ്ചരിക്കുന്ന സിനിമാറ്റോഗ്രഫിയാണ്. അതിൽ സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ അതിൽ ഡൗട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ബ്രഹ്മയുഗത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. ജെയ്ക്സ് വിജയുടെ മ്യൂസിക് പലയിടങ്ങളിലും നല്ലതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു. സോ ബാക്കി നോക്കുവാണെങ്കിൽ ഈ ഒരു മൂവിയിൽ പെർഫോമൻസ് വൈസും ഒരു ഓക്കെ പെർഫോമൻസ് ആണ് എല്ലാവരും തന്നിരിക്കുന്നത്. ഇപ്പോൾ സൗബിൻ്റെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ അച്യുത് കുമാർ കന്നഡ ആക്ടർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും നവ്യ നായരുടെ ക്യാരക്ടർ വീക്ക് ആണെങ്കിലും സോ ഒരു പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. സോ അവിടെ പറയുകയാണെങ്കിൽ പല പല കൈൻഡ് ഓഫ് മെൻ്റൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന രണ്ട് പേരാണ് ഈ ഒരു സൗബിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു നവ്യ നായരുടെയും ക്യാരക്ടേഴ്സ്. രണ്ടുപേരും ഒരു കേസിൽ വന്നു വിടുമ്പോൾ അവരെങ്ങനെയാണ് ഇതിൻ്റെ സത്യം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കഥ.